ഹലോ പ്രിയമുള്ളവരെ, സജിമോൻ പാലാണിയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കട നമ്മുടെ മമ്പാട് വന്നിട്ടുണ്ട്. മമ്പാട് ഒരു RCM എന്ന് പറയുന്ന ഒരു കട വന്നിട്ടുണ്ട്. അപ്പോൾ ആ കടയിൽ വൻ പ്രത്യേകതകളാണ്. പിന്നെ ഓണമല്ലേ വരാൻ പോകുന്നത്. ഓണത്തിന് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഒരു പുതിയ കടയായ RCM സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 2000 രൂപയോ ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതിലൊരു പ്രാവശ്യം 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ സ്കീമുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും ആ സ്കീമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ സാധനങ്ങൾ മേടിക്കാന്നാ? എന്താണ് വേറെ വിശേഷം? ഞാനേ മമ്പാടിക്ക് ഇങ്ങനെ വന്നാണ്. ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോഴാണ് അറിഞ്ഞ RCM ഒരു കട ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അറിഞ്ഞത്. അപ്പൊ നീ എന്നെക്കാളും മുമ്പ് എത്തിയില്ലേ? അതെയാ, സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാണ്. 3 മാസമായിട്ട് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ? അത് ശരി. എന്താണ് ഇവിടുത്തെ സാധനങ്ങളുടെ ഒക്കെ പ്രത്യേകത? വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അത് ശരി. അപ്പൊ ഓണ പർച്ചേസ് ഒക്കെ നീ ഇവിടുന്ന് എനിക്കും ചെയ്യണ്ടാവും അല്ലേ? അതെ അതെ, നമുക്ക് ഓണത്തിന് ഇവിടുന്ന് കിറ്റ് ഉണ്ട്. അതെയാ, ഓണക്കിറ്റുകള് അല്ലേ? ഇതാണ് മുതലാളി. ശരി, മുതലാളിന്റെ അടുത്ത് കുറച്ച് ചോദിച്ചാലോ എന്താ സ്കീം എന്നുള്ളത്? നമുക്കൊന്ന് ചേരാമല്ലോ അല്ലേ? നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ഗോപകുമാർ MC എന്ന് പറയും. അതെ അല്ലേ? എന്റെ പേര് സജിമോൻ. ഇവിടെ പാലാണിയിലാണ് വീട്. പാലാണി അറിയില്ലേ? പാലാണി ശ്രീ കുറുമ്പ ഭഗവതിയൊക്കെ അവിടെയുള്ള പാലാണിയിലാണ്. അപ്പൊ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെന്റ് ഫ്രാൻസിസ് സ്കൂളിലേക്ക് പോകുമ്പോ പുന്നപ്പാട സ്കൂള് കണ്ടിട്ടില്ലേ? MLP സ്കൂൾ. അതിന്റെ അപ്പുറത്ത് തന്നെയാണ്. അതെ, നമ്മളിപ്പോ എന്തായാലും ഓണത്തിനുള്ള പർച്ചേസിംഗ് ഒക്കെ തുടങ്ങുകയാണല്ലോ. അപ്പൊ ഓണത്തിന്റെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ നമുക്ക് വില കുറവുണ്ടാവും സാറേ? ഈ സാധനം വില കുറവൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതായത് ഓണത്തിന് നമുക്ക് ഇവിടെ ഒരു 2500 രൂപയിൽ വില വരുന്ന പൊതുവിപണിയിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ ഒരു 2000 രൂപയ്ക്ക് ഇവിടെ നൽകാൻ കഴിയും. അത് അവിടുത്തെ പ്രൊഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 2000 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചാൽ ഒരു ഡിസ്കൗണ്ട് ID കൂടെ കൊടുക്കും. ആ ഡിസ്കൗണ്ട് ID വാങ്ങിച്ച ആൾക്ക് 6 മാസം കണ്ടിന്യൂസ് ആയി പർച്ചേസ് ചെയ്താൽ 6 മാസം കഴിഞ്ഞ് ഫ്രീ പർച്ചേസ് കിട്ടും. അങ്ങനെ ഡിസ്കൗണ്ട് അടി വരുന്ന നമ്മളിപ്പോ ബാങ്ക് പാസ്ബുക്ക് പോലെ അല്ലെ? ഒരു ബാങ്കിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന നമ്പറാണ്. അത് നമുക്ക് കമ്പ്യൂട്ടർ സൈറ്റിൽ നിന്ന് നമുക്ക് ഐഡന്റിറ്റി കാർഡ് പോലെ ഒരു സ്ലിപ്പ് ഉണ്ടാവും അല്ലെ? ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് എല്ലാ ID എടുത്ത് എല്ലാവർക്കും അത് എടുക്കാം. ഐഡന്റിറ്റി കാർഡ് പോലെ നമുക്ക് ടാഗ് ആയിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടെ മമ്പാട്, പുന്നപ്പാടം, തച്ചക്കോട് ഇങ്ങനെയുള്ള ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങാം അല്ലെ സാധനങ്ങളൊക്കെ? ഇവിടെ തൊട്ടടുത്തുള്ള ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകൾക്കും വാങ്ങിക്കാം. ഇത് മാത്രമല്ല, ഇവിടെ RCM പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള നിറയെ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ ഭാഗത്തുള്ളവർ മുൻപ് ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. കമ്പനി 26 വർഷമായിട്ടുള്ള കമ്പനിയാണ്. മമ്പാട് കട തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോ ഇത് 26 വർഷമായിട്ടുള്ള കമ്പനി. 2000 തുടങ്ങിയതാണ് മാർക്കറ്റിംഗ് അതിന്റെ പേര്, ശരിയായിട്ടുള്ള വിപണന രീതി. അപ്പൊ എനിക്ക് മുമ്പ് ഇവിടെ ഇതിൽ RCM ചേർന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ നിരവധി ഉണ്ട്. അത് മംഗൾഡാം തൊട്ട് ഇങ്ങനെ പല പ്രദേശങ്ങളിൽ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന എല്ലാവരും മിക്കവാറും വന്ന് വാങ്ങിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് വരികയെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ ചെയ്യാം? ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് വരുന്നത്, ഞാൻ ഈ കട കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ 2000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കൂപ്പൺ ഇതും കിട്ടും. അങ്ങനെ ചെയ്യാം അല്ലെ? ഒരു ആധാർ കാർഡും ബാങ്കിന്റെ കോപ്പിയും. ആധാർ കാർഡും ബാങ്കിന്റെ കോപ്പിയും ആണ് അല്ലെ? കൊടുത്താലേ ഡിസ്കൗണ്ട് ID കിട്ടും. ഈ ഡിസ്കൗണ്ട് ID എന്ന് വെച്ച് പറഞ്ഞാൽ സാധാരണ വെറും പർച്ചേസിംഗ് മാത്രമല്ല, ഇതിലൊരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു എന്താ പറയാ അവസരം കൂടി ഉണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ? അതിന്റെ അതായത് എല്ലാവരും ഇത് ഇങ്ങനെ പറഞ്ഞു കേൾക്കും, മണി ചെയിൻ പോലെയൊക്കെ അവർക്ക് തോന്നും. പക്ഷെ അത് ചെയിൻ ഉണ്ട്. അത് പർച്ചേസ് ഗ്രൂപ്പിന്റെ ചെയിനാണ്. അതായത് വെളിയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണത് ജസ്റ്റ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. അവിടെ 2000 രൂപ വാങ്ങിക്കണം. ആ സാധനങ്ങള് അതിനേക്കാളും നല്ല സാധനങ്ങളാണ് കൊടുത്ത് കമ്പനി ഉണ്ടാക്കുന്ന സാധനങ്ങള്
നേരെ ഇത് കമ്പനിയുടെ രജിസ്റ്റേഡ് ഷോപ്പാണ്. ഈ ഷോപ്പ് വഴി കസ്റ്റമർക്ക് നേരിൽ കൊടുക്കുക. അതാണ് ഈ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റേത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് മറ്റുള്ള കടയിലാകുമ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മുടെ ഈ കടയിലാകുമ്പോ RCM ചെയ്ത കടകൾ, പേരുള്ള സാധനങ്ങൾ. അതാണ്. ഓക്കെ. അപ്പൊ അവര് വന്നിട്ട് 2000 രൂപയുടെ പർച്ചേസ് ചെയ്ത ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ഹാജരാക്കി തന്നാൽ നമുക്ക് അത് കമ്പനിയുടെ സൈറ്റിലാണ്, കമ്പനിയുടെ സിസ്റ്റമാണ്. ചായപ്പൊടി നമുക്ക് തന്നു വെച്ചിട്ടുണ്ട് RCM കണ്ടില്ലേ. അപ്പൊ നമ്മളെല്ലാം ആ 100 ചായപ്പൊടി ഇവിടെ വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇപ്പൊ സാറ് വന്നിട്ട് സാർക്ക് ഒരു ചായപ്പൊടി ഞാൻ ID എടുത്തൊരു ബില്ലിൽ തന്നു പറഞ്ഞാൽ 100 ഞാൻ വാങ്ങിച്ചിട്ട് 1 തന്നു പറഞ്ഞാൽ ബാക്കി 99 കാണുള്ളൂ. വെളിയിൽ നിന്ന് ഒരാൾ 10 ചായപ്പൊടി വിൽക്കുന്ന ഇവിടെ കൊണ്ട് തന്നാൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ. അപ്പൊ ഞാൻ നാട്ടിൽ പോയി പറയുമ്പോ നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് എന്തായാലും ഓണമല്ലേ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്തായാലും ഒരു 1000, 300, 3000 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ മേടിക്കും. നമ്മളിപ്പോ മാവേലി സ്റ്റോർ പോലെ സ്ഥലങ്ങളിലൊക്കെ പോയി വാങ്ങുന്നില്ലല്ലോ, വടക്കഞ്ചേരിയിലൊക്കെ പോയി വാങ്ങുന്നില്ല. അപ്പൊ എന്തായാലും വാങ്ങുമ്പോ അതിന്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലേതെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വരുമ്പോ നമുക്ക് എന്തായാലും ഒരു 10,000-2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ നമുക്ക് അതിനുള്ള സ്കീമും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതാണല്ലോ ലാഭം. അപ്പൊ എന്തായാലും മറ്റുള്ളവരെ ആകുമ്പോ നമുക്ക് വില കുറവുണ്ടാവും തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്കീം ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, ഇതിപ്പോ ഇന്നലെയായിട്ട് നമ്മൾ നിർത്തുന്നല്ലോ. നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് ഈ സോപ്പ് സാധനങ്ങള് ഇതെല്ലാം വേണമല്ലോ. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാഭം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, അതാണ് ചോദിക്കുന്നത്. അതായത് പൊതുവിപണിയെ അപേക്ഷിച്ച് വില കുറവാണ്. അതായത് ഉദാഹരണത്തിന് ഒരു ഹെർബൽ പേസ്റ്റ് 100 ഗ്രാമിന് മറ്റേ പൊതുവിപണിയിൽ ഒരു പേസ്റ്റ് 90 കൊടുക്കണം ചുരുങ്ങിയത്. നമ്മുടെ അവിടെ 65 രൂപയ്ക്ക് ആ 100 ഗ്രാമിന് പേസ്റ്റ് കിട്ടും അല്ലേ? അപ്പൊ അതിൽ തന്നെ MRP റേറ്റിൽ തന്നെ നമുക്ക് എത്ര രൂപ വ്യത്യാസം വന്നു? 25 രൂപയുടെ വ്യത്യാസം വന്നു. പക്ഷെ ID എടുത്ത ആൾക്ക് ആ 65 രൂപ MRP ഉള്ള പേസ്റ്റ് 53 രൂപയ്ക്ക് കിട്ടും. അപ്പോ വീണ്ടും 12 രൂപ ID എടുത്താൽ കമ്മിയായി. അങ്ങനെ 10-30% വരെ ID എടുത്ത ആൾക്ക് MRP വിലയിൽ നിന്നും കുറച്ച് കിട്ടും. അതും ഒറിജിനൽ പേസ്റ്റ്. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഈ പേസ്റ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ തുളസി, ആര്യവേപ്പ്, പുതിന ഇത്യാദി സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹെർബൽ പേസ്റ്റ്. ഇത് തേക്കുമ്പോ നമ്മുടെ പല്ലില് പറ്റിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ശരി, അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിൽ പോയാലും ആരോഗ്യമാണ്. മറ്റുള്ള വെളിയിലുള്ള പേസ്റ്റുകളില് ഫ്ലൂറൈഡ് ഉണ്ട്, ബോണാഷ് ഉണ്ട്, എല്ലുപൊടി, പിന്നെ നിക്കോട്ടിൻ ഉണ്ട്, ജെലാറ്റിൻ ഉണ്ട്, അത് മൃഗങ്ങളുടേതായിട്ടുള്ള തൊലിൽ നിന്നുള്ളതാണ്. ഇത്യാദി സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പേസ്റ്റുകൾ പൊതുവിന് ധാരാളം ഉണ്ട്. അപ്പോ ഹെർബൽ ആകുമ്പോൾ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല, കെമിക്കൽ ആകുമ്പോൾ ഉള്ളിൽ പോയാൽ നമ്മുടെ ഇന്റേണൽ പാർട്സിന് അത് ദോഷം ചെയ്യും. അങ്ങനെ പല അസുഖങ്ങൾ വരാൻ കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 33 വർഷം ഞാൻ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്നു. 3-4 സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ചാർജ് വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ നിരവധി ചീറ്റിംഗ് കേസുകളും മറ്റുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ നാനോ എക്സൽ വർക്കുള്ള പോലെയുള്ള കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രതികളിലേക്ക് നമ്മൾ ജയിലിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോ ഇത് നോക്കണു 26 വർഷമായിട്ട് സ്ഥാപിതമായിട്ടുള്ള കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഡയറക്ട് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. 50% പ്രൊഡക്റ്റുകൾ ഇത് ഓൺ പ്രൊഡക്റ്റുകളാണ്. അതെല്ലാം കമ്പനിയിൽ അവർ തന്നെ ഉണ്ടാക്കി കമ്പനിയുടെ സ്ഥലത്ത് ബില്ലിംഗ് കെട്ടിയിട്ട് ഹെഡ് ഓഫീസ് കിടക്കുന്നത് ബിൽവാരിയിൽ, രാജസ്ഥാൻ ബിൽവാരിയില് 540 ഏക്കറിലാണ് ഈ സാധനം കിടക്കുന്നത്. ഞങ്ങൾ പോയി, ഞാനും 2-3 അനന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ. ഫുൾ പർച്ചേസിംഗ് ആണല്ലോ, ഓണാകുമ്പോഴേക്കൊക്കെ റെഡിയാക്കി വെക്കുന്നത് കമ്പനിയിലൊക്കെ പോയി. കമ്പനി കണ്ട് പുള്ളി ബോധ്യപ്പെട്ടപ്പോ ഇതിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പെയിന്ററും കൂടിയാണ്. അപ്പൊ ഇവിടുന്ന് പെയിന്റ് ഒക്കെ ഓവിറ പെയിന്റ് ഉണ്ട്. അപ്പൊ ഈ പെയിന്റും പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി. ജോയിൻ ചെയ്ത മാസം തന്നെ ആ കമ്പനി കമ്മീഷൻ. നമ്മള് വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന പെയിന്റ് അല്ലേ ഇത്? അതെ.
അല്ലേ? വീട്ടില് പെയിന്റ് ആണ്. ഇതില് പ്രത്യേകതയുണ്ട്. ഈ പെയിന്റില് ലെഡും മെർക്കുറി ഇല്ല. ഓഹോ. ഈ ലെഡും മെർക്കുറിയും നമ്മുടെ ബ്രെയിന് അതുപോലെ തന്നെ ഇന്റേണൽ പാർട്സ് കംപ്ലീറ്റ് ആസ്മ തുടങ്ങിയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം കുട്ടികൾ, പ്രായമുള്ള ആളുകൾ, അസുഖമുള്ള ആളുകൾക്കൊക്കെ ഹാനികരമാണ് കെമിക്കലുള്ള പെയിന്റുകൾ. ഈ പെയിന്റിന് ആ ദോഷമില്ല. ഇല്ല, നല്ല ഒറിജിനൽ പെയിന്റ് ആണ് അല്ലേ? അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും കമ്പനി ആരോഗ്യ അതല്ല. അപ്പൊ ഇതേപോലത്തെ പെയിന്റ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് വീടിന്റെ അവിടെയുള്ള സുബേർ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അവൻ പെയിന്ററാണ്. അപ്പൊ അവന് ഇപ്പൊ വീടുകളെല്ലാം പെയിന്റ് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്നുണ്ട്, അനന്തൻ ചെയ്യുന്ന പോലെ. അപ്പൊ അവർക്ക് ഇത് 1 ലിറ്റർ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വെച്ച് കൊടുക്കാം? 1 ലിറ്റർ കൊടുക്കുക. അല്ല, 20 ലിറ്റർ അല്ലേ ക്യാനാണ്? 1 ലിറ്റർ കൊടുക്കാം. 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ഇങ്ങനെയാണ് ക്യാന്. അപ്പൊ എത്ര എടുക്കുകയാണെങ്കിലും മിനിമം 5000 പർച്ചേസ് വോളിയം. 5000 പർച്ചേസ് വോളിയം എന്ന് വെച്ച് പറയുമ്പോ ഒരു 10000 രൂപയുടെ പെയിന്റ് എടുക്കണം. 10000 രൂപയുടെ പെയിന്റ് എടുക്കുന്ന ആൾക്ക് 25%, ഈ 5000 പർച്ചേസ് വോളിയത്തിന്റെ 25% ഇയാളുടെ അക്കൗണ്ടിൽ കമ്പനി കൊടുക്കും. അത് കേട്ടെ ഞാൻ. പക്ഷെ 10000 എടുക്കണം. 10000 പെയിന്റ് എടുക്കുമ്പോ വീട്ടുകാർക്ക് ലാഭമാണല്ലോ, കിട്ടില്ല. അതെ അതെ, അങ്ങനെയാണ്. അല്ല, വീട്ടുകാർ പെയിന്റ് എടുക്കുകയാണെങ്കിലും ഇവിടെ വന്ന് എടുക്കുമ്പോ അവർക്ക് ലാഭം അവർക്ക് കിട്ടും. അതാണ് ചോദിക്കുന്നത്. വീട് എന്തായാലും ഒരു വീട് അടിക്കണമെങ്കിൽ ഒരു 40,000 രൂപ പെയിന്റ് വേണം. വെളിയിൽ അടിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് വരും. അതെ അതെ. അപ്പൊ അങ്ങനെ ഞാൻ പറയാം സാറേ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ. അപ്പോ എല്ലാവരുടെ അടുത്ത് ഇനിയിപ്പോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊക്കെ മമ്പാട് സ്കൂളിന്റെ തൊട്ടന്നെ മുമ്പിലാണ് ഈ കട എന്നും പറയാം. തൊട്ടടുത്ത് തന്നെ പാൽ സൊസൈറ്റി ഉണ്ട്, ലാബ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ എന്താ, അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേക്കാ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. വൈഫിന് പറ്റിയത് എന്തെങ്കിലും ടോപ്പോ? കുർത്തകളൊക്കെ ഉണ്ട്. ഓക്കെ. ഇന്നേഴ്സ്, ഓഹോ, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം ഉള്ള സ്ഥിതിക്ക് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് ഓണായിട്ട് ഓണക്കിറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഓണക്കിറ്റ് വാങ്ങാം. ഗ്രോസറി ഐറ്റംസിന്റെ ഓണക്കിറ്റ് കൊടുക്കും. അതെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഓണക്കിറ്റും എല്ലാ സംഭവങ്ങളും വെച്ച് കലകാം. ഓക്കെ, ബൈ.